ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. വീണ്ടും ഒരു ശുഭദിനം ഏവർക്കും ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ബഡ്സ് ആക്ട് 2019 കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സപ്പോസ് കമ്പനി ക്ലോസ് ചെയ്യുകയാണ്, അപ്പം അതിൻ്റെ ഫർദർ സ്റ്റെപ്സിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അത് സെപ്പറേറ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കന്ന് അറിയാം, നമ്മളന്ന് ഡിസ്കസ് ചെയ്ത് വെച്ചതിൽ സപ്പോസ് കമ്പനി ക്ലോസ് ചെയ്യുന്നെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ആദ്യം ഈ എമൗണ്ട് കിട്ടുന്നത് ഈ കമ്പനിയിൽ എമൗണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന ഡെപ്പോസിറ്റേഴ്സിനാണ്. ഈ ആരോപിക്കപ്പെട്ട കമ്പനിയിലെ ഡെപ്പോസിറ്റേഴ്സിനാണ് ആദ്യം പൈസ കൊടുക്കുന്നത്. അവരാണ് ഫസ്റ്റ് എലിജിബിൾ ആകുന്നത്. അപ്പോൾ അത് അവർക്ക് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും എമൗണ്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ എന്തെങ്കിലും കിട്ടേണ്ട ഡ്യൂട്ടീസോ ടാക്സസോ അല്ലെങ്കിൽ സെസ്സോ, അതുപോലെ തന്നെ അവർക്ക് വേറെ ഏതെങ്കിലും ബാങ്ക് ലോൺസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏത് ലൈബിലിറ്റീസ് ഫസ്റ്റ് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ചാപ്റ്റർ 5 തന്നെയാണ്, റെസ്റ്റിറ്റ്യൂഷൻ ടു ഡെപ്പോസിറ്റേഴ്സ്. ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 18 ആണ്. ഈ സെക്ഷൻ 18 പറയുന്നത് പവേഴ്സ് ഓഫ് ദ ഡെസിഗ്നേറ്റഡ് കോർട്ട്. ഈ വിധി പറയുന്ന ബഡ്സ് ആക്ടിനെ കുറിച്ച് വിധി പറയുന്ന കോടതി ഉണ്ടല്ലോ, ആ കോടതിയുടെ പവേഴ്സിനെ കുറിച്ചാണ് സെക്ഷൻ 18 പറയുന്നത്. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഈ സെക്ഷൻ 14 പ്രകാരം ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെന്റിന് ശേഷം ബഹുമാനപ്പെട്ട കോമ്പറ്റന്റ് അതോറിറ്റി ഈ ഒരു ആപ്ലിക്കേഷൻ ഈ പ്രസ്തുത ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ കൊടുക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവർ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നമുക്കറിയാലോ. ഒന്ന്, ഈ പറഞ്ഞിരിക്കുന്ന ആരോപിക്കപ്പെട്ട കമ്പനിയുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഈ ആരോപിക്കപ്പെട്ട കമ്പനിയിലുള്ള ഡെപ്പോസിറ്റേഴ്സിൻ്റെ ലിസ്റ്റും വിത്ത് ഡീറ്റെയിൽസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആരോപിക്കപ്പെട്ട കമ്പനിയുടെ മേൽ ഉള്ള ഡ്യൂസ് ഔട്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ആകാം, അതുപോലെ ബാങ്ക് ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാകാം, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഡ്യൂട്ടീസോ സെസ്സോ ടാക്സസോ ആകാം. ഓക്കെ, അപ്പോൾ അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിനുശേഷം സപ്പോസ് കോടതി ഈ പ്രസ്തുത കോടതി ഡെസിഗ്നേറ്റഡ് കോർട്ട് ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓർഡറാണ് ഇടുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ സപ്പോസ് ഈ ആരോപിക്കപ്പെട്ട കമ്പനി ബഡ്സ് ആക്ട് പ്രകാരം ഇത് വരുന്നതാണ്, ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് സപ്പോസ് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ സെക്ഷൻ 18 പ്രകാരം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പവർ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റന്റ് അതോറിറ്റി കൊടുത്ത ഡ്യൂസ് ഓഡ് ലിസ്റ്റ് ഉണ്ടല്ലോ, ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റേഴ്സ്, എന്തൊക്കെ ലൈബിലിറ്റീസ് ഉണ്ട്, ആ കാര്യങ്ങളെ അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിന് എത്ര രൂപയാണ് കിട്ടാനുള്ളത്, ടാക്സും അല്ല ഡ്യൂട്ടീസ് സെസ് ഇനത്തിലൊക്കെ, അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പവർ ഓഫ് ഡെസിഗ്നേറ്റഡ് കോർട്ട്. ഇത് പറയുന്നത് സെക്ഷൻ 18 സബ്സെക്ഷൻ 1 ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിനാണ് ഈ ആരോപിക്കപ്പെട്ട കമ്പനിയുടെ മേലുള്ള ടോട്ടൽ അസറ്റ്സിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ നിശ്ചയിക്കേണ്ട പവർ കൊടുത്തിരിക്കുന്നത് ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിനാണ്. അതുപോലെ തന്നെ ഈ ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ്, ഈ കോമ്പറ്റന്റ് അതോറിറ്റി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ്, ഈ ആരോപിക്കപ്പെട്ട കമ്പനിയുടെ മേൽ എമൗണ്ട് നിക്ഷേപിച്ചിരിക്കുന്ന ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ലിസ്റ്റും ഫൈനലൈസ് ചെയ്യേണ്ട പവർ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഫൈനൽ പട്ടിക എന്നുള്ള അത് പവർ കൊടുത്തിരിക്കുന്നത് ഡെസിഗ്നേറ്റഡ് കോർട്ടിനാണ്. അത് പറയുന്നത് സെക്ഷൻ 18 തന്നെ സബ്സെക്ഷൻ 1 അതുപോലെ ബി സെക്ഷനിലാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പറയുന്നത് അടുത്ത പവർ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഈ ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഫൈനൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഓർഡർ ഇടേണ്ട പവർ ആർക്കാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് കോർട്ടിനാണ്. ഇപ്പോൾ സപ്പോസ് ഇത് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ അത് ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റിനെ ആബ്സല്യൂട്ട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഓർഡർ ഇടേണ്ട ഫുൾ പവർ കൊടുത്തിരിക്കുന്ന ആർക്കാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് കോർട്ടിനാണ്. അതും ഈ സെക്ഷൻ 18 പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന അപ്പോൾ ഓർഡർ ഇടുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആരോപിക്കപ്പെട്ട കമ്പനിയുടെ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർട്ടീസ് ആകാം. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ ഒന്നുകിൽ പബ്ലിക് ഓഷൻ പൊതുലേലത്തിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെയിൽ അല്ലെങ്കിൽ അവർക്ക് വിൽക്കാം.
അത് കോമ്പറ്റന്റ് അതോറിറ്റിക്ക് അത് വിൽക്കാൻ പ്രൈവറ്റ് സെയിലിലോ അല്ലെങ്കിൽ പബ്ലിക് ഓപ്ഷനിലൂടെ വിൽക്കാനുള്ള പവർ കൊടുക്കുന്നത് ആരാണ്? ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടാണ്. ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട് വിൽ ഡയറക്റ്റ് ദ കോമ്പറ്റന്റ് അതോറിറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ ഡെസിഗ്നേറ്റഡ് കോർട്ട് പറയും കോമ്പറ്റന്റ് അതോറിറ്റി എടുത്ത് ഈ സ്റ്റെപ്സ് ചെയ്യാം. അത് ആരാണ് ഈ പവർ കൊടുക്കുന്നത്? ഈ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഇത് വിൽക്കാനുള്ള പവർ കൊടുക്കുന്നത് ആരാണ്? ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു പവറും കൂടി ഉണ്ട് ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിന്. ഡെസിഗ്നേറ്റഡ് കോർട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ പൊതുലേലത്തിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെയിലിലോ ഈ ആരോപിക്കപ്പെട്ട കമ്പനിയുടെ അസറ്റ്സ് സെയിൽ ചെയ്യണമെങ്കിൽ ചില എക്സ്പെൻഡിച്ചേഴ്സ് ഈ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് മീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ബ്രോക്കേഴ്സിന് ബാക്കിയുള്ള കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുലേലമാണെങ്കിൽ ഇപ്പോൾ അഡ്വർടൈസ് ചെയ്തിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് സെയിലാണെങ്കിൽ സപ്പോസ് ബ്രോക്കേഴ്സിന് അങ്ങനെയൊക്കെ ചുമതലപ്പെടുത്തണമെങ്കിൽ അവർക്കുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഇതിൽ നിന്ന് ഈ ആരോപിക്കപ്പെട്ട കമ്പനിയുടെ അതിൽ നിന്ന് വേണമെങ്കിൽ അവർക്കത് അതിൽ നിന്ന് കൊടുക്കാനുള്ള പവർ, ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പവേഴ്സും കൂടെ ഈ ഡെസിഗ്നേറ്റഡ് കോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെസിഗ്നേറ്റഡ് കോർട്ട് അലോ ചെയ്യും. ഓക്കെ, കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ പവേഴ്സ് ഓഫ് ഡെസിഗ്നേറ്റഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 18 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് കൊണ്ടുവരേണ്ടത് സെക്ഷൻ 13 ബഡ്സ് ആക്ടിലെ സെക്ഷൻ 13 എന്ന് പറഞ്ഞാൽ പ്രസിഡൻസ് ഓഫ് അറ്റാച്ച്മെന്റ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. അതിൻ്റെ അകത്ത് സെക്ഷൻ 13 സബ് സെക്ഷൻ 3. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ നമ്മൾ ഈ കോമ്പറ്റന്റ് അതോറിറ്റി ഉണ്ടല്ലോ, ഈ പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാറുണ്ട്. എന്തെന്നറിയാമോ? ഈ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടും കൂടെ ഈ കോമ്പറ്റന്റ് അതോറിറ്റിയുടെ പേരിൽ ഓപ്പൺ ചെയ്യും. എന്തിനാണെന്നറിയാമോ? ഈ അക്കൗണ്ടിലായിരിക്കും ഈ ആരോപിക്കപ്പെട്ട കമ്പനിയുടെ അസറ്റ്സ് സെല്ല് ചെയ്തിട്ട് വിറ്റിട്ട് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഇപ്പോൾ പബ്ലിക് ഓപ്ഷനിലൂടെയോ പൊതുലേലത്തിലൂടെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെയിലിലൂടെയോ വിറ്റ് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, ആ എമൗണ്ട് എല്ലാം ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി കോമ്പറ്റന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ, എന്നാൽ കോമ്പറ്റന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് സഞ്ജീവ് കോൾ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ഈ പ്രോപ്പർട്ടീസൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള എമൗണ്ട് എല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നത്, നിക്ഷേപിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെക്ഷൻ 18 പറഞ്ഞല്ലോ, ഈ ഡെസിഗ്നേറ്റഡ് കോർട്ട് ഈ ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുമല്ലോ, ഈ കോമ്പറ്റന്റ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഈ കോർട്ടിൽ ഈ കോമ്പറ്റന്റ് അതോറിറ്റി കൊടുക്കേണ്ടതാണ് ഈ ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ്, നമ്മൾ നേരത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ. അപ്പം ആ ലിസ്റ്റ് പ്രകാരമുള്ള എമൗണ്ട്, ഈ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. ഈ പ്രോപ്പർട്ടീസൊക്കെ വിറ്റിട്ടുണ്ടല്ലോ, ഈ പ്രോപ്പർട്ടീസൊക്കെ കോമ്പറ്റന്റ് അതോറിറ്റി വിറ്റിട്ട് ആ എമൗണ്ട് എല്ലാം ഈ ഷെഡ്യൂൾഡ് ബാങ്കിലെ അക്കൗണ്ടിലായിരിക്കും കളക്ട് ചെയ്യുന്നത്. അതിൽ നിന്നായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഡെപ്പോസിറ്റേഴ്സിനും, അതുപോലെ ഡെപ്പോസിറ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആരോപിക്കപ്പെട്ട കമ്പനിക്ക് എന്തെങ്കിലും ബാങ്ക് ലോൺസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കും അതിൽ നിന്ന്. അതുപോലെ എന്തെങ്കിലും ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ എന്തെങ്കിലും എമൗണ്ട് ഡ്യൂട്ടീസോ സെസ്സോ അല്ലെങ്കിൽ ടാക്സ് ഇനത്തിൽ കിട്ടാനുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കും കോമ്പറ്റന്റ് അതോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ചാപ്റ്റർ 5 റെസ്റ്റിറ്റ്യൂഷൻ ടു ഡെപ്പോസിറ്റേഴ്സിൽ സെക്ഷൻ 18 പവേഴ്സ് ഓഫ് ഡെസിഗ്നേറ്റഡ് കോർട്ടുമാണ്. പിന്നെ അതുപോലെ സെക്ഷൻ 13 പ്രസിഡൻസ് ഓഫ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷനുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. ഓക്കെ, എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ വേറെ ഒരു സെഷനിൽ ആ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ സെഷനിൽ വന്നത് ഈ പറഞ്ഞിരിക്കുന്ന സെഷൻസ് ഒന്ന് നിങ്ങൾക്കൊന്ന് ക്ലാരിഫൈ ചെയ്തു തരാൻ വേണ്ടിയാണ്. സെക്ഷൻ 18 അതുപോലെ സെക്ഷൻ 13. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കീപ് സപ്പോർട്ടിങ് നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. അപ്പോൾ വേറെ ഒന്നും തന്നെയില്ല. ഒരിക്കൽ കൂടി ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഹാവ് എ ബ്ലസ്ഡ് ഡേ. താങ്ക് യു വെരി മച്ച്.